ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഡേ 13 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡേ 1 to 12 വരെ ചെയ്തവർ നിങ്ങൾക്ക് കുഞ്ഞു മിറാക്കിൾസൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ്, ആ ഒരു ഫുൾ ഡേ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിച്ചു, അങ്ങനെ പല രീതിയിൽ കുഞ്ഞു മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് താഴെ. അപ്പോൾ ഡേ 1 to 12 നമ്മൾ ചെയ്തത്, നമുക്ക് ഓൾറെഡി പാസ്റ്റിൽ നടന്ന കഴിഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നതാണല്ലോ, കഴിഞ്ഞതിനെയാണ് നന്ദി പറയുന്നത്. ഇനി 13 തൊട്ട് നമ്മൾ ചെയ്യുന്നത്, ഇനി നമുക്ക് ഇപ്പോൾ ഡ്രീമായിട്ട് ഒരു വീട് വയ്ക്കാനാണ്, അല്ലെങ്കിൽ കാറ് വാങ്ങാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അങ്ങനെ നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഡ്രീം നമ്മൾ വിഷസ് കം ട്രൂ, മേക്ക് യുവർ വിഷസ് കം ട്രൂ എന്നാണ് ഇന്ന് ഡേ 13 നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതേണ്ടത് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിപ്പോൾ ഏത് കാറാണ്, ഏത് കളറാണ്, ഏത് മോഡലാണ്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു കാറ് അങ്ങനെയല്ല, സ്പെസിഫൈ ആയിട്ട് അത് എഴുതുക. യൂണിവേഴ്സ്, എനിക്ക് ഈ ഒരു കാർ, ഈ ഒരു കളറിൻ്റെ എനിക്ക് ലഭിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോഴാണ് പെട്ടെന്ന് കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷൻസ് സ്പീഡായിട്ട് നടക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡ്രീം, ഇപ്പോൾ 1 ഇയർ ഗോൾ എടുക്കും. ഈ 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഇരുന്ന് നിങ്ങളൊരു പേപ്പറിൽ നെക്സ്റ്റ് പേജ് എടുത്തിട്ട് നിങ്ങളുടെ ഓരോ ആ ഡ്രീം സ്പെസിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ടൂർ പോകാനാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകണം, ഏതൊരു പ്ലേസാണ് അവിടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതാം. നിങ്ങൾ ഡ്രീം എന്തൊക്കെ വിശ്വാസമാണ് നിങ്ങൾക്ക് പ്രൂവ് ആയിട്ട് വരേണ്ടത്, അത് ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. യൂണിവേഴ്സ്, എനിക്ക് ഇത് ഇങ്ങനെ ആഗ്രഹം ഉണ്ട്, നടന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതുക. അതിനുശേഷം താങ്ക് യു എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാം. ഓക്കെ, റോണ്ടബൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് ചെയ്യുമ്പോഴും താഴെ താങ്ക് യു. നമ്മൾ ഒരു ബിൽ പേയ്മെൻറ്റ് ഒരു മാജിക് പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ പെയ്ഡ് എന്ന് എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും താങ്ക് യു യൂസ് ചെയ്യുമ്പോഴാണ് ആ വൈബ്രേഷൻസ് മാജിക്കൽ വൈബ്രേഷൻസ് ആണ്, ലൈക്ക് അത്രയും ഫ്രീക്വൻസി ഉണ്ട് താങ്ക് യു എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്. അപ്പോൾ ഇന്ന് വിഷസ് കം ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് വിഷൻ ബോർഡ് വെക്കാവുന്നതാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കാണുമ്പോൾ അല്ലേ, അത് ബോർഡാക്കി വയ്ക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോട്ടോ ഇടാത്തത്. പക്ഷേ അതിൽ 2-3 കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നടന്ന് വരുമ്പോൾ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാം. ഞാൻ റിമൂവ് ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുന്നതായിരിക്കും നല്ല കിച്ചണിൽ, നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ വീടിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് വരാം നിങ്ങളുടെ വിഷസ്. ഇപ്പോൾ കാറാണെങ്കിൽ കാറിൻ്റെ ആ മോഡൽ, അതുപോലെ നിങ്ങൾ ടൂർ പോകാനാണെങ്കിൽ ഒരുപാട് ധനം സമ്പാദിക്കാനാണ് ധനത്തിൻ്റെ ഫോട്ടോ. അങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരിക. ഒരു ചാർട്ട് പേപ്പറും കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിഷൻ ബോർഡിൽ ഓരോന്നായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഗോൾ 1 ഇയർ ഗോൾ എന്ന് പറയാം, അല്ലെങ്കിൽ വിഷൻ ബോർഡ്, മൈ വിഷൻ ബോർഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓരോ നിങ്ങളുടെ ഗോൾസും ഒട്ടിക്കുക. ഇപ്പോൾ കാറിൻ്റെ ഫോട്ടോ ആണ് ആദ്യം ഒട്ടിച്ചത്, താങ്ക് യു യൂണിവേഴ്സ്, എനിക്കത് ലഭിച്ചത് ഒരുപാട് നന്ദി. അത് ഒട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക, കാറിൽ ഇരുന്ന് നിങ്ങൾ പോകുന്നതും ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നതും ആ ഒരു സ്മെല്ല്, ആ ഒരു ടച്ച്, ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ ഗോൾസും നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കുക. 1 ഇയറിൻ്റെ ഗോളോ അല്ലെങ്കിൽ 5 ഇയർ ഗോളോ. ആദ്യം 1 ഇയറിൻ്റെ ഗോൾ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. ലൈക്ക് അപ്പോൾ നമുക്കത് ഡെയിലി എണീക്കുമ്പോൾ കാണും, പെട്ടെന്ന് സബ് കോൺഷ്യസ്ലി അത് എൻ്റർ ചെയ്തിട്ട് പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നിങ്ങളത് വെച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കണം, 1 കോടിയുടെ വീടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എനിക്കത് നടക്കുക, ഇങ്ങനത്തെ ചിന്തകളും നിങ്ങളവിടെ കൊടുക്കരുത്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് ലോ വൈബ്രേഷൻ ആക്കി നിങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരും നമ്മൾ റീഡൊക്കെ ചെയ്യുമ്പോൾ, ടാരോ റീഡിങ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, എനിക്കെല്ലാം അറിയാം, അവർക്ക് എല്ലാ മെഡിറ്റേഷൻ പ്രാക്ടീസസും അറിയാം, പക്ഷെ അവർക്ക് ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അവർ തന്നെയാണ് അവരുടെ ബ്ലോക്ക്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചിന്തിക്കും, മൈൻഡ് പ്ലേ ആണത്, ഇതെങ്ങനെ നടക്കും, ആരും എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് പൈസ വരും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. യൂണിവേഴ്സിനോട് ട്രസ്റ്റ് ഇത് ഒട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ ഓൾറെഡി നടന്ന് കഴിഞ്ഞു, അതെങ്ങനെ എഴുതുന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തേക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ താങ്ക് യു എന്ന് അത്രയും ഫീൽ ചെയ്ത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത് മടക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തേക്ക് എൻഗേജ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുക വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻസ് കൊടുക്കാതിരിക്കുക.
ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി താങ്ക് യു ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ മറക്കുക, കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. അപ്പോഴാണ് അത് പെട്ടെന്ന് നമ്മളിലേക്ക് വരും. നമ്മൾ എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതെപ്പോൾ വരും, എൻ്റെ മാനിഫെസ്റ്റേഷൻ വന്നില്ലല്ലോ, ഇതെപ്പോഴാണ് വരും, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. കാരണം നിങ്ങൾ അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രീ ഫ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനോട് അറ്റാച്ച്മെൻ്റ് ആവുന്നത് നിങ്ങളിൽ നിന്ന് അകന്ന് പോകും. എപ്പോഴാണോ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നത് അപ്പോഴാണ് നിങ്ങളിലേക്ക് ആ കാര്യം വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഓരോ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് ഹീൽ ചെയ്യുകയാണ്. ഞാൻ ഹീലാവുന്നു, എൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ആവുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മിക്ക മാനിഫെസ്റ്റേഷൻസും ഇനി എഴുതുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് ലഭിച്ച രീതിയിൽ നിങ്ങൾ പ്രാക്ടീസസ് ചെയ്യാം. ഇപ്പം നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒട്ടിക്കുന്നതെങ്കിൽ, വിഷൻ ബോർഡ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഫാമിലി ആയിട്ട് ടൂർ പോകുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുഞ്ഞു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങളിത് എഴുതി യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ഹസ്ബൻഡുമായിട്ട് മക്കളുമായി നല്ലൊരു ഫാമിലി ലൈഫ് ലഭിച്ചത് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എഴുതിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ മക്കളുമായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതും ആ ഹാപ്പി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം പിന്നെ വിഷൻ ബോർഡ് ഒട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിഷൻ ബോർഡിനെ കുറിച്ച് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ഡേ 13 ആണ്. ഇത് മേക്ക് യുവർ വിഷസ് കം ട്രൂ. എനിക്ക് വിഷൻ ബോർഡ് വെച്ചിട്ട് 1 മന്ത് 2 മന്ത് മുന്നേ വെച്ച വിഷൻ ബോർഡിൽ വെച്ച 3 കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. ഒന്ന് എൻ്റെ കരിയറിലായിരുന്നു, പിന്നെ ഒന്ന് വീട്ടിലേക്ക് വേണ്ടി ഹോം അപ്ലയൻസസ് ആയിരുന്നു. 3 കാര്യങ്ങൾ വാങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 4 മാനിഫെസ്റ്റേഷൻസ്, 3 സാധനങ്ങളും, പിന്നെ ഒന്ന് എൻ്റെ കരിയർ ഫീസിൻ്റെ ഒക്കെ ഒരു ഇതായിരുന്നു. കൊറോണ ടൈമിൽ എനിക്ക് കരിയർ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ഇതൊക്കെ പോയി അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. ഞാനത് സ്റ്റോറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ വിഷൻ ബോർഡിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരാൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏജൻറ്റിന് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് എന്നും താങ്ക് യു പറയാറുണ്ട്. അഡ്മിഷനും കാര്യം വേഗം സ്മൂത്തായിട്ട് നടക്കട്ടെ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്നതെങ്കിൽ അവർ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് എന്നും താങ്ക് യു നമ്മൾ തമ്മിൽ എപ്പോഴും ആ സോൾ കോൺടാക്ട് നല്ല പോസിറ്റീവായി പോകുന്ന ഒരുപാട് നന്ദി, ഹോപ്പനവർ ടെക്നിക്സ് പറയാം, താങ്ക് യു പറയാം. ഡെയിലി പറയുമ്പോൾ വൈബ്രേഷൻസ് പെട്ടെന്ന് ടെലിപ്പതിക്കലി ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഡേ 13 മേക്ക് വിഷസ് കം ട്രൂ ആണ്. ശരിക്കും ഇതിൽ പ്രാക്ടീസസ് കുറച്ച് പേര് ചെയ്യുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് ലൈഫ് മാറണമെന്നുള്ളവർക്കേ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ, കാരണം നിങ്ങൾക്ക് അതുപോലെ പല വിഷസും മാനിഫെസ്റ്റേഷൻ നടക്കും. ഓക്കെ, ആ ഒരു വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ ഡൗട്ട് എനർജി കൊണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഡൗട്ടൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ചെയ്യാറുണ്ട്. ഡൗട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഡിലേ അല്ലെങ്കിൽ നടക്കാതെ ആകും. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ എന്തൊന്നും ചിന്തിക്കേണ്ട, എനിക്കത് നടന്നു കഴിഞ്ഞു ആ ഒരു ഫീൽ ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ, എക്സാമ്പിളായിട്ടാണ് കാറ്, വീട് എന്നൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ എന്താണെന്നോ നിങ്ങൾ തന്നെ ഇപ്പോൾ ഗോൾഡ് വാങ്ങാനാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സ്റ്റഡീസായിട്ടോ അല്ലെങ്കിൽ മാരേജോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കുറേ നാൾ മിണ്ടാതിരിക്കുന്നതാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരാനാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് രീതിയിൽ എഴുതുക, നടക്കണം എന്ന് നടന്ന് കഴിഞ്ഞ രീതിയിൽ എഴുതണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നാളെ നെക്സ്റ്റ് ഡേ 14 ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.